കീമിൻ്റെ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഫേസ് ഒക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ഫേസ് കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. അപ്പോൾ ആരായാലും ഫസ്റ്റ് ഫേസ് കിട്ടിയവരായാലും കിട്ടാത്തവരായാലും കൺഫർമേഷൻ കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ഓൺസ് കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്താൽ എന്താണ്, ആരൊക്കെ കൊടുക്കണം ആരൊക്കെ കൊടുക്കണ്ടെന്ന് പറയാം. ഓക്കെ, 2 കേസസ് ആണുള്ളത്. ഓക്കെ, ഫസ്റ്റ് കേസ് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജ് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണ് അല്ലേ? ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അവർ പറയുന്ന ഫീസ് അടച്ചിട്ടുള്ള ആൾക്കാരും, ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും അവർ പറയുന്ന ഫീസ് അടച്ചിട്ടുള്ള ആൾക്കാരും കൺഫർമേഷൻ കൊടുക്കണമെന്നില്ല. ഓക്കെ, ഇനി ആരൊക്കെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്? ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരും ഇപ്പോൾ കിട്ടിയതിൽ ഓക്കെ അല്ല, നിങ്ങൾക്ക് വേറെ നല്ല കോളേജ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, കൺഫർമേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കണം. കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പോസിബിലിറ്റീസാണ് നിങ്ങൾക്കുള്ളത്? ഓക്കെ, വൺസ് നിങ്ങളിപ്പോൾ കൺഫർമേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുന്നു, നിങ്ങൾ ലോഗിൻ ചെയ്യുന്നു, ലോഗിൻ ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ എടുക്കുന്നു, അവസാനം ഒരു കൺഫേം എന്ന് പറയുന്ന ബട്ടൺ വരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ ആ കൺഫേം ക്ലിക്ക് ചെയ്താൽ സംഭവിക്കുന്നത് നിങ്ങൾ അറിയിക്കുവാണ് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലോട്ട് റെഡിയാണെന്ന്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരും അല്ലേ? അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയതിൻ്റെ മേളിലുള്ള കോളേജസ്, അത് ഹയർ ഓപ്ഷൻസ് അല്ലേ? ഈ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോളേജിൻ്റെ മേളിൽ വേറൊരു കോളേജ് വയ്ക്കാം, അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഹയർ ഓപ്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൊടുത്തു, അതിനുശേഷം നമ്മുടെ എക്സ്പേർട്സിൻ്റെയൊക്കെ ഒപ്പീനിയൻ കേട്ടു, നിങ്ങൾക്ക് മനസ്സിലായി ആ കോളേജ് ഓക്കെ അല്ല, നിങ്ങൾക്ക് ആ കോളേജ് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അപ്പം ഇത്തരം ഫെസിലിറ്റീസാണുള്ളത്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കുറച്ച് പുതിയ കോഴ്സസ് വന്നിട്ടുണ്ട്, ആ കോഴ്സസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെ, താഴെയുള്ള കോളേജസ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ കറണ്ട് കോളേജ് ഏതാണോ അതിൻ്റെ മേളിലുള്ളത് നിങ്ങൾക്ക് ഷഫിൾ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യണം. നിങ്ങളുടെ ഇവിടെ എടുക്കുന്ന തീരുമാനം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ തെറ്റിപ്പോകരുത്. ഓക്കെ, അപ്പോൾ ഇനി ആരൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഉറപ്പായിട്ട് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഫസ്റ്റ് കിട്ടിയത് ഓക്കെ അല്ല, നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട്, ഉടനെ കൺഫേം ചെയ്യാം. ഓക്കെ, കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ കൃത്യമായി ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആ കേസിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ട്, ഇപ്പോഴും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഏത് ബ്രാഞ്ച് എടുക്കണം, അല്ലെങ്കിൽ ഏത് കോളേജാണ് നല്ലത്, എനിക്കൊരു ജോലി കിട്ടാൻ ഏത് കോളേജാണ് നല്ലത്, ഇങ്ങനത്തെ എന്ത് ഡൗട്ട് ഇപ്പോഴും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല എങ്കിൽ പ്ലീസ് ജോയിൻ അവർ കമ്മ്യൂണിറ്റി. ഓക്കെ, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കാം. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ എക്സ്പേർട്ട് പാനൽ, നിങ്ങൾക്ക് ഇപ്പോൾ ചാർലി സാർ തന്നെ ഒരുപാട് ലൈവ് നിങ്ങൾക്ക് വന്നു അല്ലേ? ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, വൺസ് നിങ്ങളെല്ലാം നിങ്ങളുടെ ക്ലാരിറ്റി എല്ലാം വരുത്തി, നിങ്ങൾക്ക് എല്ലാ വ്യക്തത വരുത്തിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക. ഓക്കെ, കൺഫേം ചെയ്ത് കോളേജൊക്കെ റീഅറേഞ്ച് ചെയ്ത് ആവശ്യമില്ലാത്ത കോളേജൊക്കെ ഡിലീറ്റ് ചെയ്ത് കൺഫേം ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന എന്നുവരെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. സർക്കാർ പറയുന്നത് നിങ്ങൾക്ക് ഈ 16-ാം തീയതി രാത്രി വരെ നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും ചെയ്യുക, വൃത്തിക്ക് ചിന്തിച്ച് എല്ലാവരും ചെയ്യുക. വൺസ് നിങ്ങളെല്ലാം ചെയ്തു, കൺഫേം ചെയ്തു, എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. നിങ്ങൾക്കൊരു സേഫ് സൈഡിന് വേണ്ടി നിങ്ങളുടെ ഓപ്ഷൻസ് ഇതായിരുന്നു എന്ന്, വേറെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രിൻ്റ് എടുത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ.